പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം കിട്ടിയില്ല, നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചാണ്. അത് കിട്ടിയാൽ കിട്ടി. അപ്പൊ ഇത്രയും വില പിടിച്ച സാധനങ്ങൾ ഇട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സങ്കടമായിരിക്കും. അപ്പം അതിന്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഈ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ റാണസാറിനോടുള്ള എല്ലാവിധമായ കടപ്പാടുകളും നന്ദിയും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വില കുറച്ച് എങ്ങും കിട്ടത്തില്ല എന്നുള്ളത് അടിയുറച്ച് പറയാം. ഞാൻ നല്ലൊരു കർഷകനാണ്. ഞാൻ ഏറം വിപണിയുടെ മാസ്റ്റർ കർഷകനാണ്. അവിടെ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെല്ലാം പ്രവർത്തിച്ചു വരുന്നതുകൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് അറിയാം ഈ നിലവാരത്തിൽ ഈ വിലയ്ക്ക് ഈ ഒറ്റ വളവും നമുക്ക് ഒരു കടകളിൽ നിന്നും കിട്ടില്ല എന്നുള്ളതിന് ഉറപ്പുണ്ട്. നാഷണൽ NGOs കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് 54 പേർക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ്. അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതലുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം നിരന്തരമായി പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ 360 പേർക്ക് തയ്യൽ മെഷീനുകളുടെ വിതരണം പൂർത്തിയാക്കി. 125 പേർക്ക് ലാപ്ടോപ്പുകളുടെ വിതരണം പൂർത്തിയാക്കി. ഈ ജൂണിൽ നടക്കാൻ പോകുന്ന 68 പേർക്ക് ഇരുചക്ര വാഹനങ്ങളാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ 2 രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് ഇന്ന് അവസാനിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളുടെ രജിസ്ട്രേഷനാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ. അതുപോലെ ജൈവഗ്രാമം പദ്ധതി, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ജൈവഗ്രാമം പദ്ധതി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 10-ാം തീയതി വരെ സമയമുണ്ടെങ്കിലും ഓരോ വ്യാഴാഴ്ചയും ബില്ല് സെറ്റിൽ ചെയ്ത് വിടുന്നതനുസരിച്ച് ആ വളങ്ങൾ വരുന്നത് എത്രയും നേരത്തെയാവും. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന അത്ര കളക്ഷൻ എടുത്തുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ അയക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ലോട്ട് ആദ്യം തന്നെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നത്. കൊല്ലം ജില്ലയിലുള്ളവർ ബന്ധപ്പെടേണ്ടുന്ന നമ്പർ കൂടി ഇടാം. അപ്പോൾ വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ട്. അതിനും ജൈവവളത്തിൻ്റെ രജിസ്ട്രേഷനും കൂടി ഉള്ള നമ്പർ ഇതിനോടൊപ്പം ചേർക്കാം. ഇപ്പോഴും വളത്തിൻ്റെ ഉണ്ട്, പിന്നെ ഇത് അക്വാ ഗാർഡിൻ്റെ പ്യൂരിഫയർ, ഇത് രണ്ടിനുമാണ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അക്വാ ഗാർഡ് ഞാൻ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ട് അവരെ വിളിക്കും, അന്ന് തന്നെ ഒന്ന് ശരിയാക്കി തരികയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 8-10 കൊല്ലം കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലത്.